എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഈ അടുത്ത സമയത്ത് ഒളിച്ചോട്ടപ്പിന്റെ ഒരു കഥ കേട്ടു. ഒരു പെണ്ണൊളിച്ചോടി. ഏത് പെണ്ണാണ്? കഷ്ടപ്പെട്ട് വാപ്പ അധ്വാനിച്ച് മുണ്ടിറക്കി കൊടുത്തുകൊണ്ട് ഉറക്കമുളച്ചുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു പാവപ്പെട്ട പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്നു. ആ പൊന്നുമോക്ക് തണ്ടിയും തടിയും വന്നപ്പോ, ആ പൊന്നുമോക്ക് ചോരയും നീരും വന്നപ്പോ, ആ പൊന്നുമോള് നല്ല സുന്ദരിയായപ്പോ വാപ്പ കണ്ടെത്തി കൊടുക്കുന്ന പുതുമാരനെ സ്വീകരിച്ച് വാപ്പാന്റെ പൊന്നുമോളായി കഴിയേണ്ട മോളല്ലേ. ആ പൊന്നുമോള് സ്വന്തമായ ഒരു തരം തെരഞ്ഞെടുത്തു. ആ മനുഷ്യൻ റൗഡിയാണ്, ആ മനുഷ്യന് പക്കാ ക്രിമിനലാണ്. വാപ്പ പറഞ്ഞു, മോളെ നിനക്കത് യോജിച്ചതല്ല. ഇല്ല, അവന് ക്രിമിനലാണെന്ന് എനിക്കറിയാം, അവന് പക്കാ ഫ്രോഡാണെന്ന് എനിക്കറിയാം, അവന് കേടിയാണെന്ന് എനിക്കറിയാം, അവൻ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവനാണെന്ന് എനിക്കറിയാം, അവൻ ബ്ലാക്ക് ലിസ്റ്റിൽ പേരുള്ളവനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവൻ മതി, എനിക്ക് അവനില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അവൻ വന്നു, പെണ്ണിറങ്ങി ഓടി. വണ്ടിക്കകത്ത് കയറിയപ്പോൾ വാപ്പ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുകയാ. ഇല്ല, ഞാൻ വിടൂല പൊന്നുമോളെ, പോകല്ലേ. ആ സമയത്ത് വണ്ടിക്കകത്തിരുന്ന പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പയോടല്ല പറയുന്നത്, ഇന്നലെ കണ്ട കാമുകനോട് പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നലെ കണ്ട കാമുകനോട് ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? വാപ്പ മാറാതെ വണ്ടിയുടെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ആ പെണ്ണ് കാമുകനോട് പറയുന്ന, കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ എന്ന് കാമുകനോട് പറയാൻ മാത്രം ഇന്നത്തെ എന്റെ സമുദായത്തില് പാവപ്പെട്ട പെൺകുട്ടികൾ പിഴച്ചുപോയെന്നറിയുമ്പോൾ എന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ വാഴുന്നതിന് കുറവൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ സമയം തന്നെ പപ്പോളം വാഴ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർക്ക് കുറവില്ല, ശ്രോതാക്കൾക്ക് കുറവില്ല, സംഘാടകർക്ക് കുറവില്ല. പിന്നെ എവിടെയാണ് കുറവ്? പറയുന്നവന് ദീനില്ല, പറയിപ്പിക്കുന്നവന് ദീനില്ല, കേൾക്കുന്നവന് ദീനില്ല. എന്താ വാഴ് കൊണ്ട് നേട്ടം എന്റെ സഹോദരങ്ങളെ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. الموجود بكل زمان المعروف بكل إحسان المعبود بكل مكان المذكور بكل لسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين.